ഹായ് എവരിവൺ, എല്ലാവർക്കും അക്കൗണ്ടൻസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ട്രാൻസാക്ഷൻസിനെല്ലാം എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. സൂരജ്മാർ ഫർണിഷസ് ദി ഫോളോവിങ് ഇൻഫർമേഷൻ. ട്രാൻസാക്ഷൻസ് ഡ്യൂറിംഗ് ദി മന്ത് ഓഫ് ഏപ്രിൽ 2017 ആർ ആസ് അണ്ടർ. ഒരു ബിസിനസ് ഫേമിൻ്റെ ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ജേർണലൈസ് ദി ട്രാൻസാക്ഷൻസ്, ഈ ട്രാൻസാക്ഷൻസിനെ ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജേർണലൈസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് അസറ്റ്സും അതുപോലെ തന്നെ എക്സ്പെൻസസും, അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ്, ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് അസറ്റ്സും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതിൽ, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ വേറെ റൂള് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ജേർണലൈസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ബിസിനസ് ഫേമിലേക്ക് എന്താണോ വന്നിട്ടുള്ളത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ് ഫേമിൽ നിന്ന് എന്താണോ പുറത്തേക്ക് പോയിട്ടുള്ളത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഈ രണ്ട് റൂൾസിൽ ഏതെങ്കിലും റൂൾസ് നമ്മൾ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ജേർണൽ എൻട്രീസിന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. 1 April 2017 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,50,000. ഇവിടെ 1 April ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് ക്യാഷ്, ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഫേമിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ ക്യാപിറ്റലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാഷ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റാണ്. അപ്പോൾ അസറ്റ് എന്ന രീതിയിൽ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 1,50,000. അത് നമ്മൾ ക്യാപിറ്റലായിട്ടാണ് കണക്കാക്കുന്നത്. ക്യാപിറ്റൽ ഒരു ലാബിലിറ്റിയാണ്. ലാബിലിറ്റി അപ്പോൾ നമ്മൾ ടു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ ക്യാഷിനെ മാറ്റി. ഇനി 1 April 2007 ഗുഡ്സ് പർച്ചേസ് ഫ്രം മനീഷ ₹36,000. മനീഷയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു. ഇവിടെ ഗുഡ്സ് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് എന്നീ രണ്ട് രൂപത്തിലാണ് കാണിക്കുന്നത്. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അതിനെ പർച്ചേസ് അക്കൗണ്ട് എന്നും, ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് അക്കൗണ്ടായിട്ടും കണക്കാക്കും. അപ്പോൾ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, റോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ മറ്റു സ്റ്റോക്കുകളെല്ലാം വാങ്ങിക്കുന്ന ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതൊരു അസറ്റാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. 2 മനീഷ ₹36,000. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ ഫോർ ക്യാഷിനല്ല വാങ്ങിച്ചിരിക്കുന്നത്, ആളെ പേരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എന്താണ്? ലാബിലിറ്റി ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ലാബിലിറ്റിയാണ്. അവർക്ക് ക്യാഷ് കൊടുത്തിട്ടില്ല, ക്യാഷ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് ആ വ്യക്തിയുടെ നെയിം എഴുതുക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മനീഷ അക്കൗണ്ട് 36,000. ഇനി നെക്സ്റ്റ്, സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹2,200. സ്റ്റേഷനറി വാങ്ങിച്ചു. സ്റ്റേഷനറി വാങ്ങിക്കുമ്പോൾ ബിസിനസ് ഫേമിൽ അസറ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ, അസറ്റിന് ഡെബിറ്റ് ചെയ്യുന്നു. സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ 2200 ടു
ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഫോർ ക്യാഷ് ഇതിൽ പറഞ്ഞിട്ട്, അപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ടു ക്യാഷ്, ബിസിനസ് ഫേമിൽ നിന്നും ക്യാഷ് പോയി ടു ക്യാഷ് അക്കൗണ്ട് 2200. അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിച്ചു, സ്റ്റേഷനറി വാങ്ങിച്ചപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം തന്നെ ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ സ്റ്റേഷനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, April 2 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ഫോർ ₹35,000. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് പോവുക ചെയ്യുന്നില്ല, അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 35,000 നമ്മൾ എഴുതി വെക്കുന്നു. ഡെബിറ്റ് കോളത്തിൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്നും ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു പോയപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗുഡ്സ് സോൾഡ് ടു പ്രിയ ഫോർ ₹16,000. നമ്മൾ വാങ്ങിച്ച ഗുഡ്സ് അല്ലെങ്കിൽ ബിസിനസ് ഫേമിൽ ഉണ്ടായിരുന്ന ഗുഡ്സ് പ്രിയക്ക് വിൽക്കുന്നു. എത്ര രൂപയ്ക്കാണ്, 16,000. അപ്പോൾ നമ്മൾ അതിനെ ഗുഡ്സ് നമ്മൾ പ്രിയക്ക് വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ക്യാഷ് എന്നുള്ള ക്യാഷിന് കൊടുത്തിട്ടുള്ളത് പ്രിയ ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാഷിനാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറയും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് വന്നു, അതുപോലെ തന്നെ ഗുഡ്സ് പോയി, അപ്പോൾ നമ്മൾ ടു സെയിൽസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ക്രെഡിറ്റിനാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ പ്രിയ ക്യാഷ് നമുക്ക് തരാനുണ്ട്. അപ്പോൾ പ്രിയ എന്ത് ചെയ്യുക, പ്രിയ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എത്രയാണ്, 16,000. ഇവിടെ ക്യാഷ് വന്നിരുന്നു എങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നിട്ട് നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്തതായി കാണിച്ചിട്ട് നമ്മളിവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അവർ ക്യാഷ് തരാനുള്ളത് കൊണ്ട് ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് പ്രിയ അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് കൊടുത്തത്. അതുപോലെ തന്നെ ടു സെയിൽസ്, നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഗുഡ്സ് കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ സെയിൽസിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. പ്രിയ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. നെക്സ്റ്റ്, റിസീവ്ഡ് എ ചെക്ക് ഓഫ് ₹60,000 ഫ്രം പ്രിയ. അപ്പോൾ പ്രിയ ക്രെഡിറ്റായി വാങ്ങിച്ച വസ്തുവിൻ്റെ ക്യാഷ് നമുക്ക് ചെക്കായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചെക്കായിട്ട് നമുക്ക് തരുമ്പോൾ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിയ അക്കൗണ്ട്. പ്രിയ നമുക്ക് ആ ക്യാഷ് തന്നു തീർത്തു, അപ്പോൾ നമ്മൾ ടു പ്രിയ അക്കൗണ്ട് എന്ന് എഴുതുന്നു. ഇനി April 5 സോൾഡ് ഗുഡ്സ് ടു നിധി ₹14,000. ഗുഡ്സ് വിൽക്കുകയാണ്, നിധിക്ക് എത്രയായിട്ട്, 14,000 വിൽക്കുന്നത്. ഇവിടെയും നെയിമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്, കടമായിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അവിടെ ക്യാഷ് കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ എൻട്രി എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നിധി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് തന്നിട്ടുള്ളൂ, അപ്പോൾ നിധി എന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. നിധി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇവിടെ ക്യാഷാണ് തന്നത്, നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എഴുതുമ്പോഴായിരുന്നു, പക്ഷേ ക്രെഡിറ്റ് സെയിൽസാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആർക്കാണോ കൊടുത്തത് അവരുടെ നെയിം ഡെബിറ്റ് ചെയ്യുന്ന നിധി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇനി April 8 നിധി പേയ്സ് ₹14,000 ക്യാഷ്. നിധി എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് നമുക്ക് ബിസിനസ് ഫേമിന് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധി അക്കൗണ്ട് 14,000 നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ചെക്ക് തരാണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധി എന്ന് എഴുതുമായിരുന്നു, പക്ഷേ ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 14,000 കാണിക്കണം. ഇനി April 10 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 ഓൺ ക്രെഡിറ്റ് ഫ്രം റിതു. റിതുവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗുഡ്സ്. ₹20,000 ക്രെഡിറ്റ് പർച്ചേസാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ പർച്ചേസിനെ ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റായി കാണിക്കുന്നു. കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്തു ടു
ക്യാഷ് കൊടുത്തിട്ടില്ല, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ടു റിതു അക്കൗണ്ട്. ആർക്കാണോ കൊടുത്തത് അവരുടെ നെയിം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിതു അക്കൗണ്ട് 20,000 കാണിച്ചു. നെക്സ്റ്റ് April 14th ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് ₹6,000. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? ക്യാഷായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, ചെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് 6,000. അപ്പോൾ നമ്മളതിനെ ജേർണലൈസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ബിസിനസ് ഫേമിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ 6,000 ഡെബിറ്റ് ചെയ്യുന്നു ടു ബാങ്ക് അക്കൗണ്ട്. കാരണം നമ്മൾ ചെക്കായിട്ടാണ് കൊടുത്തത്, അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, എന്തെങ്കിലും ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എന്ന എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ബാങ്ക് അക്കൗണ്ട്, ചെക്കായിട്ട് കൊടുത്തത് കാരണം ടു ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ക്യാഷിൻ്റെ രൂപത്തിലാണ് കൊടുത്തത് എങ്കിൽ അതിന് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി 18th ഏപ്രിലിന് പെയ്ഡ് റെൻറ്റ് ₹22,000 റെൻറ്റ് കൊടുക്കുന്നു. റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മൾ കൊടുത്തു തീർക്കുമ്പോൾ എന്തെങ്കിലും ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 2,000 ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ആയിട്ടാണ് റെൻറ്റ് കൊടുത്തത്, അപ്പോൾ റെൻറ്റ് എന്ന എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് ബിസിനസ് ഫേമിൽ നിന്ന് പോയി ക്യാഷ് കൊടുത്തു, അപ്പോൾ ടു ക്യാഷ് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 2,000 ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് April 20th ഗുഡ്സ് കോസ്റ്റിംഗ് ₹1,500 ഗിവൺ ആസ് ചാരിറ്റി. 1,500 രൂപ വില മതിക്കുന്ന ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ജേർണലൈസ് ചെയ്യുമ്പോൾ ചാരിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ, ചാരിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റായി കാണിക്കുന്നു. ടു പർച്ചേസ് അക്കൗണ്ട്, കാരണം അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഗുഡ്സ് ഡിക്രീസ് ചെയ്തു, ഗുഡ്സ് കുറഞ്ഞു, കാരണം ചാരിറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഗുഡ്സാണ് കൊടുത്തത്, അപ്പോൾ ഗുഡ്സ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ആക്കി ക്രെഡിറ്റ് ചെയ്യുന്നു, ചാരിറ്റിയെ ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് April 24 പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫോർ ₹11,200. ഓഫീസ് ഫർണിച്ചർ വാങ്ങിക്കുന്നു 11,200. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അത് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതായത് ബിസിനസ് ഫേമിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയി, ഒരു കൺസെപ്റ്റ് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി വേറെ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിലോ, ക്യാഷ് ബിസിനസ് ഫേമിൽ ഉണ്ടായിരുന്ന ക്യാഷ് അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്തു, അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫർണിച്ചർ വാങ്ങിക്കും, ഫർണിച്ചർ അസറ്റാണ്, അസറ്റിനെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ മേടിക്കുമ്പോൾ ഫർണിച്ചർ അസറ്റാണ്, അപ്പോൾ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ അസറ്റ് വാങ്ങിക്കുമ്പോൾ ബിസിനസ് ഫേമിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്, അസറ്റ് കുറയുന്നുണ്ട്, അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി April 29 ക്യാഷ് വിഡ്രോൺ ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസസ് ₹5,000. നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അതിന് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം ആവശ്യം, ബിസിനസ് ഫേമിൽ ബിസിനസ്മാൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് വിഡ്രോ ചെയ്യുന്നത് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വിഡ്രോവൽസിനെ ജേർണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡ്രോയിങ്സിനെ എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി April 30 ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്യാഷ് ₹1,200. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്ന അസറ്റ് വർദ്ധിക്കുകയാണ്, അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു 1,200.
ഇനി ഏപ്രിൽ 30 കമ്മീഷൻ പെയ്ഡ് ₹3000 ബൈ ചെക്ക്. അതിന് മുമ്പായിട്ടൊരു ട്രാൻസാക്ഷൻ തന്നെയുണ്ട്. ഏപ്രിൽ 30 ക്യാഷ് സെയിൽസ് ₹2300 ക്യാഷ് സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്സ്. കാരണം സെയിൽസ് നടന്നപ്പോൾ ഗുഡ്സ് വിറ്റപ്പോൾ ബിസിനസ് ഫാമിലിക്ക് ക്യാഷ് വന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ടു സെയിൽസ് അക്കൗണ്ട്. ഗുഡ്സ് ബിസിനസ് ഫാമിലിയിൽ നിന്ന് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് സെയിൽസ് ആണ് നടക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് എമൗണ്ട് എഴുതുക. ഇനി ക്രെഡിറ്റ് സെയിൽസ് ആണ് നടക്കുന്നതെങ്കിലോ ആർക്കാണോ വിറ്റത് അവരുടെ നെയിം എഴുതുക, ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ടിന് കാണിക്കാം. അടുത്തത് ഏപ്രിൽ 30 കമ്മീഷൻ പെയ്ഡ് ₹3000 ബൈ ചെക്ക്. അപ്പോൾ കമ്മീഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മീഷൻ അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ചെയ്യുന്ന കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ചെക്കിൻ്റെ രൂപത്തിലാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ബാങ്ക് അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അടുത്തത് ഏപ്രിൽ 30 ടെലിഫോൺ ബിൽ പെയ്ഡ് ബൈ ചെക്ക് ₹2000. ടെലിഫോൺ ബില്ല് പേ ചെയ്തു, അതൊരു എക്സ്പെൻസ് ആണ്. അതെങ്ങനെയാണ് പേ ചെയ്തിട്ടുള്ളത്? ചെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ടെലിഫോൺ എക്സ്പെൻസ് കൊടുത്തു, അതൊരു എക്സ്പെൻസ് തന്നെയായിട്ടാണ് അവിടെ കാണിക്കുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഇൻ ക്യാഷ് ₹12,000. സാലറീസ് കൊടുക്കുന്നു, ക്യാഷായിട്ട് കൊടുക്കുന്നു. പേയ്മെൻറ്റ് ഓഫ് സാലറി ഇൻ ക്യാഷ് ₹12,000. അപ്പോൾ ഇവിടെ നമ്മൾ സാലറീസ് എന്നുള്ള എക്സ്പെൻസിന് സാലറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഏത് ജേർണൽ എൻട്രീസ് എഴുതുകയാണെങ്കിലും എന്താണോ നമ്മൾ അവിടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അതാണ് ഈ നറേഷൻ. ലാസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ കാണിക്കുന്നതാണ് നറേഷന്. അപ്പോൾ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷിൻ്റെ രൂപത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഫോർ കാഷ്. ഇങ്ങനെ ഏത് ട്രാൻസാക്ഷനാണോ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂള് നമുക്ക് അറിയാം എങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജേർണൽ എൻട്രീസിന് പോസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു കാര്യം മാത്രം ഓർത്തുക, അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അസറ്റ്സും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. നമുക്ക് ഈ റൂൾ മനസ്സിലുണ്ടെങ്കിൽ ഏത് ട്രാൻസാക്ഷൻസിനെയും സിമ്പിളായിട്ട് ജേർണലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.